ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, യഥാർത്ഥ സ്കോളർഷിപ്പ് പോർട്ടലിന്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് സ്കൂളിലായാലും കോളേജിലായാലും നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഒരു ഓഗസ്റ്റ് മിഡൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് സ്കോളർഷിപ്പിന്റെ ചാകര. അത് ഗവൺമെന്റ് മാത്രമല്ല, ഒരുപാട് പ്രൈവറ്റ് സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതിന്റെ എലിജിബിലിറ്റിയും ഡേറ്റും അറിഞ്ഞ് മിസ്സാക്കാതെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 5 എണ്ണം അപേക്ഷിച്ചു ഒന്നെങ്കിലും വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ കാസ്റ്റ്, നിങ്ങളുടെ ഇൻകം, അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി മെറിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് ഒരു കുട്ടിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരായിക്കോട്ടെ, അതല്ല എങ്കിൽ സ്കൂൾ കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ, പ്രധാനമായിട്ടും പ്രൊഫഷണൽ ഡിഗ്രി, അത് ഈ പറയുന്ന പോലെ MBBS അല്ലെങ്കിൽ BTech LLB ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന 5ഓളം പ്രൈവറ്റ് സ്കോളർഷിപ്പുകൾ ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ, അതായത് സെപ്റ്റംബറിലൊക്കെ ഓപ്പൺ ആവാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ചാനൽ വഴി അപേക്ഷിച്ച ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്കോളർഷിപ്പുകളാണെന്ന് നോക്കാം. ഇത്തവണ അതിൻ്റെ എലിജിബിലിറ്റി ചിലപ്പോൾ മാറിയേക്കാം, ഡേറ്റുകൾ മാറി വന്നേക്കാം, പക്ഷേ ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. അതിലൊന്നാമത് തന്നെ എടുത്തു പറയേണ്ടത് HDFC പരിവർത്തൻ ECS സ്കോളർഷിപ്പാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. HDFC ബാങ്ക് തന്നെ കേരളത്തിലെ സ്കൂൾ സ്റ്റുഡൻസ് തുടങ്ങി, അതായത് 9 മുതൽ ഡിഗ്രി വരെ പഠിക്കുന്നവർക്ക്, അതുപോലെ PG ചെയ്യുന്നവർക്കൊക്കെ 50,000 രൂപ വരെയും, PGക്കാർക്ക് 75,000 രൂപ വരെയും, പ്രൊഫഷണൽ കോഴ്സുകാർക്കും അതേ തുകയൊക്കെ നൽകുന്ന ഒരു അടിപൊളി സ്കോളർഷിപ്പാണ്. ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ, ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു. ഡേറ്റ് വരുമ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ അറിയിക്കും. അപ്പോൾ HDFC പരിവർത്തന സ്കോളർഷിപ്പ് മറക്കരുത്. ഇനി രണ്ടാമത്തെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്ക് നൽകുന്ന ഹോർമിസ് മെമ്മോറിയൽ സ്കോളർഷിപ്പാണ്. അപ്പോൾ ഓരോ ബാങ്കുകാർക്കും CSIR ഫണ്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫണ്ട് ഉണ്ട്. ഇതിലാണ് വിദ്യാർത്ഥികളുടെ പഠന ആവശ്യം, സ്കോളർഷിപ്പ്, മറ്റ് കാരുണ്യ പ്രവർത്തനം ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഫെഡറൽ ബാങ്കിന്റെ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, BTech പഠിച്ച സമയത്താണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ ഹോർമിസ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് കേരളത്തിൽ നിന്ന് ആ സമയത്ത് ഏകദേശം 20ലധികം കോടി സ്റ്റുഡൻസിനെ അവർ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ എണ്ണം കൂടുകയുള്ളൂ ഓരോ വർഷം കൂടുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലാപ്ടോപ്പ് വരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. അപ്പോൾ ഫീസും ലാപ്ടോപ്പും ഒരു ഫിക്സ്ഡ് എമൗണ്ടും കിട്ടുന്ന സ്കോളർഷിപ്പാണ് ഫെഡറൽ ബാങ്കിന്റെ ഹോർമിസ് മെമ്മോറിയൽ. അത് പക്ഷേ മെറിറ്റ് ബേസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ HDFC പറഞ്ഞു, ഫെഡറൽ ബാങ്ക് പറഞ്ഞു, അടുത്തത് SBI ആശ സ്കോളർഷിപ്പാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെലക്ഷൻ പ്രൊസീജിയറിലൂടെ കടന്നുപോയി നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്ലൈ ചെയ്ത എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 4 ആണ്. അപ്പോൾ ഈ 3 ബാങ്ക് റിലേറ്റഡ് സ്കോളർഷിപ്പ്, അതിന് ഞാൻ പറയാവുന്ന 2 സ്കോളർഷിപ്പ്. അതിലൊന്ന് റിലയൻസ് ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പാണ്. ഇത് പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി സ്റ്റുഡൻസിനാണ്. അപ്പോൾ അതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. സാധാരണ UG കോഴ്സുകൾ, അതുപോലെ തന്നെ BTech ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും ഈ റിലയൻസ്, അത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ആ ഒരു സമയത്തായിരുന്നു. ഇത്തവണ കുറച്ചുകൂടി നേരത്തെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കേരളത്തിൽ ആകമാനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ് ആമസോൺ ഫീച്ചർ എഞ്ചിനീയറിംഗ് സ്കോളർഷിപ്പ്. ഇത് ഓൺലി ഫോർ BTech സ്റ്റുഡൻസിനാണ്. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന, ഇതായത് ഇപ്പോൾ +2 കഴിഞ്ഞ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്കോളർഷിപ്പാണ്. പിന്നീട് നമ്മുടെ CV ബൂസ്റ്റ് ചെയ്യാനും, പ്ലേസ്മെന്റിന് ഉപകരിക്കാനും, അതുപോലെ അക്കാദമിക്കും പഠന ആവശ്യത്തിനും കയ്യിൽ എമൗണ്ട് ആയിട്ട് കിട്ടാനും ആമസോൺ ഫീച്ചർ എഞ്ചിനീയറിംഗ് സ്കോളർഷിപ്പ് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഇനിയും അറിയാനും, ഞാൻ ഈ പറഞ്ഞ ഓരോ സ്കോളർഷിപ്പിന്റെ ഡേറ്റുകളും എലിജിബിലിറ്റിയും മറ്റ് ക്രൈറ്റീരിയകളും ബാക്കി ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സും ഒക്കെ വരുന്ന മുറയ്ക്ക് മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർന്നു. ബൈ.